ചെറിയ പെരുന്നാളിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ സംയുക്ത ഈദ്ഗാഹിന് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 13 വർഷമായി നടന്നുവരുന്ന പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരം കാലത്ത് 7-ന് ആരംഭിക്കും. പെരുന്നാൾ നമസ്കാരത്തിന് ഇത്തിഹാദുൽ ഉലമ സെക്രട്ടറി സമീർ കാളിക്കാവ് നേതൃത്വം നൽകും. 10,000-ലേറെ ആളുകൾക്ക് നമസ്കരിക്കാവുന്ന തരത്തിലാണ് ഈദ്ഗാഹ് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സൗകര്യമുണ്ടാകും. ഭിന്നശേഷിക്കാർക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പ്രധാന റോഡിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് ചമ്രോട്ടൻ ജംഗ്ഷൻ, ചന്തപ്പടി, ചാണ മേഖലകളിൽ നിന്ന് വരുന്നവർ ഈദ്ഗാഹിലേക്ക് കർമ്മ റോഡിലൂടെയാണ് എത്തേണ്ടത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്ന് വരുന്നവരും പൊന്നാനി അങ്ങാടിയിലുള്ളവരും കോടതിപ്പടിയിലൂടെയാണ് ഈദ്ഗാഹിലേക്ക് എത്തേണ്ടത്. ഈദ്ഗാഹിലെത്തുന്നവർ വുളൂ ചെയ്ത് നമസ്കരിക്കാനുള്ള മുസല്ലയുമായാണ് എത്തേണ്ടത്. കടലാസ്, പ്ലാസ്റ്റിക് എന്നിവ ഒരു കാരണവശാലും മൈതാനത്ത് അനുവദിക്കുന്നതല്ല എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനി സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഈദ്ഗാഹ് കഴിഞ്ഞ 13 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യവും പൊന്നാനി ഹാർബറിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പെരുന്നാൾ ദിവസം കാലത്ത് 7 മണിക്ക് ഈദ് നമസ്കാരം ആരംഭിക്കും. സമയത്തിൽ നമ്മൾ യാതൊരു വ്യത്യാസമില്ല, കറക്റ്റ് ആരംഭിക്കും. ആളുകൾ വന്നാലും അതില്ലെങ്കിലും 7 മണിക്ക് തന്നെ ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ പഴയ പോലെ ബ്ലോക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. ബസ് സ്റ്റാൻഡ് അങ്ങാടി ഭാഗത്തുള്ള കോടതിപ്പടിയിലൂടെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾ കർമ്മ റോട്ടിലാണ് വന്നാൽ നമ്മളെ കാര്യം കറക്റ്റായിട്ട് ബ്ലോക്കില്ലാണ്ട് കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും. തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം ഈദ് നമസ്കാരം നേതൃത്വം നൽകുന്നത് ഇത്തിഹാദുൽ ഉലമ സെക്രട്ടറി സമീർ കാളിക്കാവാണ്. നമ്മൾ ഈ പ്രാവശ്യം ഏകദേശം 8,000-10,000 ഇടയിലാണ് ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമസ്കാരത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്ന വഴികളും സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളുകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആളുകൾ വരുമ്പോൾ ഉദൂരെടുത്ത് മുസല്ലയായിട്ടാണ് വരുന്നത്. യാതൊരു കാരണവശാലും ഗ്രൗണ്ടിലേക്ക് പേപ്പറോ പ്ലാസ്റ്റിക് സാധനങ്ങളോ അനുവദിക്കുന്നില്ല. SSLC +2 കഴിഞ്ഞവരാണോ? മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ. എക്സ്റേ അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ഓഫ്താൽമിക് അസിസ്റ്റന്റ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, ഡിപ്ലോമ ഇൻ ECG ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ. ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ, തിയറി ട്രെയിനിംഗ് ക്ലാസുകൾ. കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ. 3 മാസം, 6 മാസം, 1 വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് ബന്ധപ്പെടുക. അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ചന്തപ്പടി, പൊന്നാനി. ഫോൺ 6282647067 9061418708.